ഹലോ നമസ്കാരം. ബ്ലക്കൂറിൻ്റെ അടുത്തൊരു കിട്ടലമ്പാറ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോച്ച് ആകെ, അതായത് പ്രതീക്ഷയ്ക്കൊപ്പുറമുള്ള ഒരു സാധനത്തിൻ്റെ ഉള്ള ഞാനിപ്പോൾ ഇരിക്കുന്നത്. മഹീന്ദ്രൻ്റെ ഏറ്റവും പുതിയ വീറോൻ്റെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഞാൻ ഉള്ളത്. നിങ്ങളൊന്ന് മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാര്യം പറയണ്ട, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറയാം. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത് കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കാര്യമായിട്ടുള്ള പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേണിംഗ് റേഡിയസും അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ള എളുപ്പമാണ്. ഞാനിപ്പോൾ കൊണ്ടുപോകുന്ന റോഡ് വെച്ച് കഴിഞ്ഞാൽ അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് നോക്കിയാൽ മനസ്സിലാവും. കൂളായിട്ട് വെച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് സൈഡൊന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട, കൂളായിട്ട് അങ്ങ് ഒടിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പം ഇതിന് മുമ്പ് വണ്ടി ഓടിച്ച സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിസ്ക് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഒരു വിഷയമില്ല, വണ്ടി കൂളായിട്ട് തിരിഞ്ഞ് കയറുന്നുണ്ട്. നമുക്ക് ഏത് മുക്കിലും മൂലയിലേക്കും ഇത് കൊണ്ടുപോകാം. കാരണം ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് ഇത്രയും കുറവാണ്, 5.1 ഉള്ളൂ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഏറ്റവും പുതിയ വീറോ, മഹീന്ദ്രൻ്റെ വീറോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മനുഷ്യന്മാരെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആ ഒരു കൺസെപ്റ്റ് അങ്ങ് മാറിയത്. എനിക്ക് പ്രീമിയം കാർസ് റിവ്യൂ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാനാണ് മഹീന്ദ്രയിൽ ഇങ്ങനെ പ്രീമിയം പിക്കപ്പ്സ് ഇറക്കി കഴിഞ്ഞാൽ എന്തിപ്പോൾ ചെയ്യുക? നല്ല കിട്ടില്ല വണ്ടിയാണ്. നമുക്കിനി ബാക്കി വണ്ടീൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, ബാക്കിയുള്ള പൊരിച്ചെല്ലാം വണ്ടീൻ്റെ എല്ലാം പൊരിച്ച പറയാം. ഇതൊന്നും പറയാനില്ല, വണ്ടീൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. പിന്നെ ഒരു ഓടി പിടിച്ചിട്ടുള്ള റിവ്യൂ ആണ്. നമുക്ക് എന്തായാലും ഒരു നല്ലൊരു കസ്റ്റമർ റിവ്യൂ എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ മഹീന്ദ്ര വീറോ, ഏറ്റവും പുതിയ മഹീന്ദ്ര വീറോൻ്റെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് ഉള്ളത്. ടോട്ടലി 3 ഓപ്ഷൻസാണ് ഉള്ളത്. V4, V2, V6 എന്ന് പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ ഏറ്റവും കൂടിയ ഓപ്ഷൻ V6 ആണ് ഇപ്പോൾ നമ്മളെ കൈമലുള്ളത്. നമുക്ക് അതിൻ്റെ ഈ എക്സ്റ്റീരിയറിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല V4ഉം V6ഉം തമ്മിൽ. ഇൻറ്റീരിയറിലാണ് കുറച്ച് മാറ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് വിൻഷീൽഡ്, ഇത്രയും വലിയ വിൻഷീൽഡാണ് ഉള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സീറ്ററാണ്, 1+2 ആണ്. അതായത് ഡ്രൈവറെ കൂടെ 2 ആൾക്കും കൂടി ഇരിക്കുക. അതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി നമുക്ക് ഈ പിക്കപ്പ് സെഗ്മെൻറ്റിൽ ഞാൻ കണ്ടെടുത്തോളം 3 ആൾക്കാരാണ് പിക്കപ്പ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ നോർമലി സ്റ്റാൻഡിലിട്ടിട്ട് ലോക്കലി അത്യാവശ്യം മരം കടത്തലോ അങ്ങനെ ഇങ്ങനെയെല്ലാമായിട്ട് പോകുന്ന ടീം. പിന്നെ രണ്ടാമത് കമ്പനികൾ ഉപയോഗിക്കുന്നത്, കമ്പനികൾ സ്ഥിരമായിട്ട് പോകാനും അവരെ കമ്പനീൻ്റെ ലോഡ് പോകാനെല്ലാം ഉപയോഗിക്കുന്ന ആൾ. മൂന്നാമതൊരു ടീമുണ്ട്, ഞാൻ വിളിക്കുന്നത് വെട്ടുകിളികളെന്ന് ചിലപ്പോൾ അവർ വിളിക്കാൻ പറ്റും. അങ്ങനെ മോശമാക്കി പറയുന്നത് ഇതാക്കുന്നില്ല, ഞാൻ നല്ല രീതിയിലാണ് പറയുന്നത്. കാരണം പക്ക എന്താ പറയുക, നമ്മുടെ അവർ ഇവിടുന്ന് ലോഡെടുത്ത് അവിടെ പോയി, അവിടുന്ന് വേറെ ലോഡെടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങനെയുള്ള കുറച്ച് ടീംസ് ഉണ്ട്. നമ്മളെ ഗ്രൂപ്പുകളും മറ്റേതെല്ലാമായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള അങ്ങനെ പോകുന്ന എന്താ പറയുക ലൈനിലോടുന്ന ആൾക്കാർക്കാണ് കുറച്ചും കൂടി വണ്ടി എല്ലാവർക്കും ഓക്കെയാണെന്ന്. പക്ഷേ കുറച്ചും കൂടി വണ്ടി ആപ്റ്റോ ഈ ലൈനിലോടുന്നവരിക്കാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വണ്ടീൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വിൻഷീൽഡ് നോക്കുന്നുണ്ടെങ്കിൽ വലിയൊരു വിൻഷീൽഡാണ്, നല്ല ഹൈറ്റിൽ നല്ല ഫുള്ളായി കവറായിട്ടുള്ള വിൻഷീൽഡാണ്. പിന്നെ അതുപോലെ തന്നെ 2 വൈപ്പറും അതിൻ്റെ കൂടെ തന്നെ വാഷറും വരുന്നുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത, അതായത് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന ദോസ്തിലായാലും ബഡാ ദോസ്തിലായാലും പിന്നെ അതുപോലെ തന്നെ ബാക്കി ലെയിൻ്റെത്തായാലും ഇൻട്രയിലായാലും കാണാത്ത രീതിയിലുള്ള കിട്ടില്ല ഫ്രണ്ട്. ശരിക്കും സത്യം പറഞ്ഞാൽ ബാക്ക് കാണുന്നില്ലെങ്കിൽ പുതിയൊരാൾ കണ്ടതിനെ കാറെന്നേ പറയും. ഒരിക്കലും ഒരു പിക്കപ്പ് എന്ന് പറയുന്ന രീതിയിലൊരു ഇതല്ല. ഇപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഹാലജൻ ബൾബ്സാണ് വരുന്നത്. പിന്നെ ഇതിൽ ഒരു ചെറിയൊരു DRലും കൂടി ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാവും. പിന്നെ താഴേക്ക് വരുമ്പോൾ ഫോഗ് ലാമ്പിനുള്ള സ്ഥലം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നത്, നമുക്കിവിടെ ഒരു ഫോഗ് ലാമ്പ് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരും. പിന്നെ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ക്രോം ഫിനിഷായിട്ട് മഹീന്ദ്രൻ്റെ ബാഡ്ജിങ്, പുതിയ മഹീന്ദ്രൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇത് പഴയ മഹീന്ദ്രൻ്റെ ബാഡ്ജാണ്. പുതിയ മഹീന്ദ്രൻ്റെ ബാഡ്ജ് എന്താകുമ്പോൾ ഇവർ വെച്ചിട്ടില്ല. പിന്നെ നല്ല ക്രോം ഫിനിഷായിട്ട് നല്ലൊരു ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഗ്രില്ലിലേക്ക് ഒട്ടേണ്ട ആവശ്യമില്ല, കാരണം എഞ്ചിനെല്ലാം ഉള്ളിലാണ് വരുന്നത്. റേഡിയേറ്ററും കാര്യങ്ങളും ഉള്ളിലായതുകൊണ്ട് ഗ്രില്ലിന് ഒട്ടേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഇലക്ട്രിക്കലിൻ്റെ വണ്ടി പോലെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 4 ഒട്ടയുള്ളത് ഇതിന് വേണ്ടി മാത്രമാണ്, നമ്മളെ ഹോണിന് വേണ്ടി മാത്രമാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ബമ്പറിലേക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് ബമ്പറാണ് വരുന്നത്. മൊത്തം നല്ല
ലോക്കലി അൽക്കുലത്തൊന്നുമല്ല, നല്ല ക്വാളിറ്റിയിലെ പ്ലാസ്റ്റിക്കാണ്. പിന്നെ അതുപോലെ തന്നെ ബമ്പർ ഇതിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതാണ് പീസ്. അതിൽ ഇവിടെ ബോഡി കളറും പിന്നെ ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത്. അത് നമുക്കൊരു എക്സ്ട്രാ ഒരു ക്രാഷ് ബാറിലും വെക്കുന്നുണ്ടെങ്കിൽ സംഗതി തകർക്കും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ സൈഡ് വ്യൂ ആണ്. സൈഡ് വ്യൂ എന്ന് പറയുമ്പം വലിയ ഡോറാണ്, ചെറുതൊന്നല്ല, വലിയ ഡോറ്. അതുപോലെ തന്നെ ഒരു വലിയ ഗ്ലാസ്. പിന്നെ ഇവിടെ വീറോൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മഡ് ഗാർഡ്സിനാണെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ടയറാണ് വരുന്നത് വണ്ടിക്ക്, 15-ൻ്റെ 195 R15 ഇതാ വരുന്നത്, ഈ റിംസാണ് വരുന്നത്. അതിനെക്കൊണ്ടുള്ളൊരു ഉപകാരം എന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ കംഫേർട്ട് കൂടും, പ്ലസ് നല്ല ടയർ ലൈഫും കിട്ടുന്നതായിരിക്കും. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ റേഡിയേറ്ററിൻ്റെ ഫില്ലിങ്ങും കാര്യമെല്ലാം ഇവിടെ വരുന്നത്. കാരണം ഇത് പുറത്തേക്ക് ആക്കാനുള്ളൊരു കാരണം എൻജിൻ നമ്മുടെ സീറ്റിൻ്റെ അടിയിലാണ് ഇതിൻ്റെ പ്ലേസ് ചെയ്തില്ല. നമുക്ക് ഈ ഒരു ടൈപ്പിലെ പിക്കപ്സിലെല്ലാം എൻജിൻ സീറ്റിൻ്റെ അടിയിലാണ് പ്ലേസ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൂളൻ്റിലെ ലെവലും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഓയിലും ഇവിടെയാണ് വരുന്നത്. പിന്നെ ബാറ്ററി പുറത്താണ് ഉള്ളത്. അതൊരു പോരായ്മയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോരായ്മയാണ്. പക്ഷേങ്കിൽ നമുക്ക് ഇതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ നമുക്ക് പിക്കപ്പിൽ കാണുന്നില്ല. വേറെ ഐഡിയ നമുക്ക് കുറച്ചും കൂടി ഒരു ലോക്ക് സിസ്റ്റം കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ബോഡിയാണ് 10 അടി നീളമുണ്ട്. ഫുൾ ഓപ്ഷനിലേക്ക് നമുക്ക് വരുന്നതാണെങ്കിൽ 10 അടി നീളമുള്ള ബോഡി വരുന്നുണ്ട്. ബോഡി നല്ല ക്വാളിറ്റിയിലെ ബോഡിയാണ്. നമുക്ക് ഇതിൻ്റെ മേലെ വേലി കെട്ടി കൊടുത്താൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വേലി കെട്ടാൻ പറ്റിയ രീതിയിൽ വേലി കെട്ടേണ്ട ആവശ്യമില്ല. നോർമൽ നമ്മളെ കമ്പനികൾക്കൊക്കെ ഓടാനാണെങ്കിൽ വേലീൻ്റെ ആവശ്യമില്ല. നല്ല നോർമൽ നമ്മുടെ ഇടയിൽ ഒരു ആചാരം പോലെ വേലി എന്തായാലും നിർബന്ധമാണ്. പിന്നെ അതിൻ്റെ ലോക്കും നല്ല ക്വാളിറ്റിയിലെ ലോക്സാണ്. ഇല്ലെങ്കിലും ക്വാളിറ്റി കുറഞ്ഞിട്ട് ഒരു പരിപാടിക്കും മഹീന്ദ്ര ഇപ്പം നിൽക്കുന്നില്ല. ഞാനിപ്പം മറ്റേ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, മഹീന്ദ്രനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പോലെ പറയുന്നത്. ഇപ്പം നാളെ ടാറ്റയിൽ പോയാലും ഇതിൽ പോയാലും ക്വാളിറ്റി നമ്മൾ പറയേണ്ടി വരും. പിന്നെ 10 അടിയും 5.4 വീതിയും ഉണ്ട്. നമുക്ക് അത്യാവശ്യം ലോങ് റൂട്ടിലും എല്ലാം എന്തിനും എന്തിനും ഓടാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ല നേരത്തെ, ഓടുന്നത് ഏറ്റവും കൂടുതൽ ഇവർ മാത്രമാണ്. നമ്മളെ ലൈനിൽ ഓടുന്നവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും. ബാക്കിയിലേക്ക് ഉപകാരപ്പെടുന്നില്ല, ലൈനിൽ ഓടുന്നവർക്കാണ് ഉപകാരപ്പെടുക. പിന്നെ നമുക്ക് ഈ സ്പെയർ വീല് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ ഓൾറെഡി ലീഫ് സെറ്റ് നോക്കിയേ, ഇപ്പം തന്നെ ഓൾറെഡി വേണ്ടത്ര ലീഫ് അതിൻ്റെ അകത്ത് ഉണ്ട്. ഇനി നമുക്ക് തോന്നുന്നില്ല ഇതിൻ്റെ അകത്ത് ഇനി എക്സ്ട്രാ വെക്കണം എന്നില്ല, എക്സ്ട്രാ ഒരു ലീഫ് വെക്കണമെന്ന് തോന്നുന്നില്ല. അങ്ങോട്ടേക്ക് കണ്ട ലീഫ് നോക്കറ, ആവശ്യത്തിനുള്ള ലീഫ് സെറ്റ് ഇതിൻ്റെ അകത്ത് ഉണ്ട്, നമുക്ക് ആവശ്യത്തിനില്ല. പിന്നെ ഇനി ഒരു എക്സ്ട്രാ ഇതിൻ്റെ അകത്ത് വെക്കണം തോന്നുന്നില്ല. ഞാൻ പറഞ്ഞാൽ ഇതൊരു ഓടിപ്പാഞ്ഞിട്ടുള്ള ഇതാണ്. പിന്നെ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂൽ ടാങ്കാണ്. ഫ്യൂൽ ടാങ്ക് കുറച്ചും കൂടി അത് മഹീന്ദ്ര എപ്പം ചെയ്യുന്ന പോലെ നമുക്ക് പിക്കപ്പിൻ്റെ മറ്റേ മഹീന്ദ്ര പിക്കപ്പുകളെ പോലെ തന്നെ ഈ സൈഡിന് വെച്ചാണ്. ഇത് നല്ലതല്ല തന്നെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ നോക്കാൻ പറ്റും. പിന്നെ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതേപോലെയുള്ള ടാങ്ക് കണ്ട് ശീലിച്ചിട്ട്, എൻ്റെ അശോകിലുള്ള എൻ്റെ ദോസ്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് പേഴ്സണലി. പക്ഷെ അങ്ങനെയുള്ള ടാങ്ക് കണ്ട് ശീലിച്ചിട്ട് ഒരു വിഷമം പോലെ. എന്നാലും ഇത് നമ്മളെ ആഡ്ബ്ലൂവിൻ്റെ ആണ്. ആഡ്ബ്ലൂ 10 ലിറ്ററിൻ്റെ ടാങ്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. 10 ലിറ്ററിൽ ഏകദേശം നമുക്ക് 10,000 കിലോമീറ്റർ വരെ യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇത് സ്നോർക്കലാണ്, എയർ ഫിൽറ്ററിൻ്റെ സ്നോർക്കലാണ്. പിന്നെ ഇത് ടർബോ ചാർജഡ് എഞ്ചിനാണ്. 1.5 ലിറ്ററിലെ 3 സിലിണ്ടറിലെ ടർബോ ചാർജഡ് എഞ്ചിനാണ്. അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജാണ്. 18.4 കമ്പനി ARI സർട്ടിഫൈഡ് ആയിട്ടുള്ള മൈലേജ് പറയുന്നു. പിന്നെ ഇനി നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഉള്ളിൽ എന്തെല്ലാം സംഗതി ഇല്ല. ഇതിൻ്റെ തുറന്ന് നോക്കിയാൽ തീ പല സാധനം, വലിയ ഡോറിൻ്റെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഫുൾ ഓപ്ഷൻ്റെ. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണെന്നൊരു വണ്ടി നമുക്കൊരു ശരിക്കൊരു ഒരു പ്രൈമയിലിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ട്രക്കിലിരിക്കുന്ന ഫീലാണ് നമുക്കില്ല. നമുക്കൊരു പിക്കപ്പിലിരിക്കുന്ന ഫീലേ ഇല്ല വണ്ടിക്ക്. അത്രയും കംഫർട്ടായിട്ടാണ് ഉള്ളത്. പിന്നെ ഇതിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റെയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ആണ് ഇതിൻ്റെ ഫുൾ ഓപ്ഷനിൽ വരുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷേങ്കിൽ ഇപ്പോൾ ഇത്രയും തിരക്കിട്ടിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് തോന്നരുത്. ഓക്കെ, പിന്നെ എന്താ പറയുക, നമുക്ക് ഈ സ്റ്റെയറിംഗ് മൗണ്ടഡ് ആണ് കൺട്രോൾസ് എല്ലാം വരുന്നത് ഫുൾ ഓപ്ഷനിൽ. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം. അതുപോലെ തന്നെ അത് നമുക്ക്
കാർ കണക്ഷനിലേക്ക് ഉള്ള ആൻഡ്രോയിഡ് സിസ്റ്റം എന്നുള്ളത് ബ്ലൂടൂത്ത് കണക്ഷനിലുള്ള റിവേഴ്സ് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നോർമലി നമുക്കൊരു പിക്കപ്പിന് കാണുന്ന റിവേഴ്സ് ക്യാമറ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നത് നോക്കി എത്രത്തോളം ക്ലിയർ ആണെന്ന് നോക്കി കണ്ട സെൻസർ വർക്കിൽ നല്ല റിവേഴ്സ് ക്യാമറ എന്നുള്ളത്. പിന്നെ ക്ലസ്റ്ററിലേക്ക് വരുന്നതാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ അളവുണ്ട്, ഫ്യൂവലിൻ്റെ അളവുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡെഫ് ലെവലും കാണിക്കുന്നുണ്ട്, 96% ഡെഫ് ലെവലും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു പിയാനോ ബ്ലാക്കിലുള്ള ആ ഒരു സിസ്റ്റം തന്നെ താലോളം പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 പവർ വിൻഡോസ് ഉണ്ട്, പവർ വിൻഡോൻ്റെ സ്വിച്ചാണ് ഇവിടെയുള്ളത്. പിന്നെ ഒരു സീ പോർട്ടും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഒരു 12 വാൾട്ടിൻ്റെ ചാർജർ ഉണ്ട്. പിന്നെ എനിക്ക് വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ഇതാണ് അപ്പോൾ നമ്മളെ ഗിയർ നോബാണ്, ഒരു കുട്ടി ഗിയർ നോബ്. അതുപോലെ തന്നെ കേബിൾ ഡ്രൈവാണ് ഗിയറും ക്ലച്ചും എല്ലാം വരുന്നത്. പിന്നെ ഇതിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് തന്നെ ഒരു രക്ഷയില്ല ഇരുത്തവും. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടീൻ്റെ ഒരു മെയിൻ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലില്ലെന്നില്ല, നമ്മളെ വെട്ടുകിളി എന്നല്ല ലൈനിലോടുന്നവർക്കാണ്. ഇതിൽ ഈ വണ്ടിയിൽ നമുക്ക് കിടന്നുറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലത്തെ സാധനം ഓക്കെ. നമ്മളെ സ്പെയർ അതുപോലെ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നല്ലൊരു പൊസിഷൻ ഉണ്ട്. വീൽ സ്പാൻഡറായാലും ബാക്കി ജാക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഒച്ചപ്പാടും ബഹളും ഇല്ലാണ്ട് ഇവിടെ അനങ്ങാണ്ട് പോകും. വേറെ ടെൻഷൻ വേണ്ട, നല്ല കവറിങ് കൂടിയാണ്. ഞാൻ പറഞ്ഞില്ല ഒരു പ്രീമിയം പിക്കപ്പ് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നിലേശിന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ല 20 5.1 ആണ്. ഇതിന് നമുക്ക് 10 അടി ഉണ്ടായിട്ടും 5.6 അടുപ്പിച്ചിട്ട് വരും 20 അതായത് നമുക്കൊരു തിരിച്ച് കളിക്കാൻ പറ്റും. നമുക്ക് മാർക്കറ്റിലെല്ലാം കയറി കഴിഞ്ഞാൽ കുടുങ്ങൂല, അമ്മയുടെ കയറിപ്പോയാലും കുടുങ്ങൂല. എ സി നല്ല നടക്കുന്നുണ്ട്, പിക്കപ്പിൻ്റെ എ സി നമുക്ക് ലോക്കൽ എ സി നല്ല നടക്കുന്നതായിട്ട്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പെസിഫിക്കേഷൻസ് പറഞ്ഞ ഒരുപാട് ആൾക്കാർ പറഞ്ഞതാണ്. എന്നാലും ഇതായിരിക്കും ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ല. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആയിട്ട് ലൈനിൽ ലോങ് പോകുന്ന ടീംസ് ഉണ്ട്. ലോങ് പോകുന്നവരിക്കാണ് കൂടുതലും ഇതാകാം എന്ന് വെച്ചിട്ട് ഈ സ്റ്റാൻഡ് ഇട്ടവർക്ക് നടക്കില്ലെന്നല്ല, കാരണം 10 അടിയോളുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഇതിൻ്റെ അടിയിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഞാൻ ലോങ് കൊടുത്തവർക്ക് അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്ന് വെച്ചില്ലേ, ഒന്ന് എ സി, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യം. നമുക്ക് ഈ ലോറീൻ്റെ പുറത്ത് കിടക്കുന്നവരെങ്കിൽ ബസ്സിൻ്റെ പുറത്ത് കിടക്കുന്നവരെ നല്ല സ്മുത്ത് കിടന്നുറങ്ങാം. ഉറങ്ങാനുള്ള ഒരു ഓപ്ഷനും ഇതിട്ടുണ്ട്. സീറ്റൊന്ന് മടക്കി വെക്കുകയാണെങ്കിൽ, കാരണം വേറൊന്നിൻ്റെയും ഡിസ്ട്രാക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. നോർമലി വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഇടിയാണ്, ഹാൻഡ് ബ്രേക്ക് ഇടിയ വരുന്നത്, എ സി ഉണ്ട്. ലോങ് എല്ലാം പോകുന്ന നല്ല സുഹൃത്ത് പോകാൻ ലോങ് ഓടാൻ വേണ്ടി സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സെഗ്മെൻറ്റ് വെച്ചിട്ട് ഇപ്പോഴത്തെ ആ ഒരു എല്ലാ വണ്ടിയും കമ്പയർ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ അനുഗ്രഹം തന്നെ ഡ്രൈവേഴ്സിന്. പിന്നെ 3 ആക്കി ഇരിക്കാനുള്ളൊരു ഓപ്ഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ ബാക്കി പറയേണ്ട ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ ഇടയിൽ ഒന്ന് തപ്പി നോക്കാം. കാണുന്നില്ല സംഗതി, നോക്കട്ടെ, തപ്പി നോക്കട്ടെ, എഞ്ചിൻ തപ്പി നോക്കട്ടെ. അതായത് നമുക്ക് ഇന്നത്തെ ഈ വണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നത് ഹീറ മോട്ടോഴ്സാണ്. നമുക്ക് ഈ വണ്ടി ഹെൽപ്പ് ചെയ്ത് തന്നത്, നമുക്ക് തന്നത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി, നല്ല രസമുണ്ട് വണ്ടി. ഓക്കെ. ഇനി നമുക്ക് ചെറിയൊരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ചെയ്യാം. 3 ആൾ ഇരിക്കുന്നു പറഞ്ഞാൽ 3 ആൾ ഇരുന്നിട്ട് തന്നെ, അതായത് ഡ്രൈവർക്ക് 2 ആൾ വെച്ചിട്ട് തന്നെയാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ പോകുന്ന ഏരിയ കുറച്ചും കൂടി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം സംഭവം നിങ്ങൾക്ക് മനസ്സിലാണ് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് ഇറങ്ങാത്ത വണ്ടിയാണ്, നമ്മളെ ഓട്ടോമേൽ ഇറങ്ങാത്ത വണ്ടിയാണ്. നിങ്ങൾക്ക് അറിയണം ഇതെങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ള അറിയില്ല, അത്രയേ ഉള്ളൂ. അപ്പം പിന്നെ നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കാണുന്നത് വരെ വണക്കം പറയാൻ തോന്നുന്നു. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട് വണ്ടിയിൽ. വെറുതെ 3 ആൾ ഇരിക്കാൻ പറ്റുന്നു പറയുന്നില്ല, 3 ആൾ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ മുമ്പോട്ടേക്ക് പോയിക്കാൻ നമ്മളെ റോഡുകൾ നോക്കി, മുമ്പോട്ടേക്കുള്ള റോഡ് നോക്കി, ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ്. ഇനി നമുക്ക് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് വണ്ടി. പിന്നെ ഇതിൽ നമുക്ക് ഇക്കോ മോഡും പവർ മോഡും ഉണ്ട്.
ഇക്കോ മോഡ് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പവർ മോഡ് പറയണ്ടല്ലോ. നമുക്ക് ഏകദേശം വണ്ടിക്ക് വരുന്നത് 1.6 അല്ലാന്ന് ഇവർ കമ്പനി പറയുന്നുണ്ടെങ്കിലും ഈ വണ്ടീൻ്റെ ഒരു കണ്ടീഷനും ഈ ബോഡിൻ്റെ ഒരു ഇതും വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-3.5 ടൺ വരെ എടുത്തിട്ട് പുഷ്പം പോലെ വണ്ടി പുട്ടുപോലെ ടെസ്റ്ററിൽ പറയുന്ന പോലെ പുട്ടുപോലെ പായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന റോഡ് കണ്ടോ? ഓക്കെ വണ്ടി കണക്കാം. ഫുള്ളായിട്ട് തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഇവിടുന്ന് തിരിച്ചെടുക്കാം. പിന്നെ 10 അടി നീളമുണ്ട് വണ്ടി. പിന്നെ ഇതിൻ്റെ V2ലേക്ക് വരുമ്പോൾ നമുക്ക് 9 അടിയോ വണ്ടി നീളമുണ്ടാവും. അപ്പോൾ വരിക ഓക്കെ ഇത്രയും കൂളായിട്ടുള്ള സ്ഥലത്ത് അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് തിരിച്ചെടുക്കാം. മെയിൻ അതിനെ കൊണ്ട് ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എന്തായാലും എടുത്തിട്ട് ആരും മറ്റേ ഇടത്തേക്കൊന്നും പോയില്ല. പോകേണ്ടത് എടുത്തേക്കാം മാർക്കറ്റിലെപ്പോൾ കൺജസ്റ്റഡ് ആയ ഏരിയ ആയിരിക്കും. ആ ഏരിയ വണ്ടി കൂളായിട്ട് തിരിച്ച് വണ്ടി എന്താ പറയുക നല്ല മനസ്സമാധാനം പോകാൻ പറ്റും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഇതിനകത്ത് ഒരു ഡിസഡ്വാൻറ്റേജ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇപ്പം പൊട്ടിയിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ വെച്ച് കഴിഞ്ഞാൽ വണ്ടീൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടി ഹാർഡാണ്. അതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ലോഡ് നമുക്കിപ്പോൾ എക്സ്ട്രാ ലീഫ് ചെയ്യേണ്ട ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എക്സ്ട്രാ ലീഫ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി കമ്പനി തന്നെ നല്ല രീതിയിൽ ലീഫിൻ്റെ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ആ ഒരു 3-3.5 ടണ്ണിന് മേലെല്ലാം കൂളായിട്ട് ഈ വണ്ടിയിൽ എടുത്തിട്ട് വലിച്ച് കൊണ്ടുപോകാൻ കഴിയും. അതെനിക്ക് ഷുവറാണ്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ് Z-Grade എന്ന് പറഞ്ഞാൽ എന്തോന്നൊരു ഈ ഗിയർ ബോക്സാണ് മഹീന്ദ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ട് സീറ്റ് ബെൽറ്റ് കുറച്ച് സീനാണ്. പിന്നെ ഡ്രൈവ് ചെയ്യാൻ നല്ല കംഫർട്ട് ഉണ്ട്. പിന്നെ ഇരുത്താണ്. കാരണം നമുക്ക് നടു നിർത്തിയിട്ട് തന്നെ ഇരിക്കാൻ കഴിയും. കാരണം ഒരുപാട് ലോങ് ഓട് ഉണ്ട് ഇതിനെക്കൊണ്ട്. ലോങ് ഓട് ഞാൻ പറഞ്ഞില്ലേ, ലോങ് ഓടുന്ന ഇരിക്കാൻ കുറച്ചും കൂടി വണ്ടി ആപ്റ്റാണ്. ഒരുപാട് ലോങ് ഓടാൻ വേണ്ടിയിട്ട് ഇതിനെക്കാട്ടി. കാരണം ഒന്നാമത് നമ്മളെ സീറ്റിംഗ് പൊസിഷൻ കാരണം നമ്മൾ നടു നിർത്തിയിട്ട് തന്നെ നമ്മൾ ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ സ്റ്റെയറിങ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നമുക്കൊരു ബസ്സിൻ്റെ ട്രക്കിൻ്റെ എല്ലാം ആ ഒരു ലെവലിലാണ് സ്റ്റെയറിങ് ഇല്ല. അപ്പോൾ കുറച്ചും കൂടി ലോങ് ഡ്രൈവുകൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഉപകാരമാണ്. പിന്നെ നടു നിർത്തിയിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണം കുറവായിരിക്കും. പിന്നെ ബൂട്ട് സ്പേസിനെ കുറിച്ച് എടുത്ത് പറയണ്ട, നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് വണ്ടി. ബൂട്ട് സ്പേസ് അല്ല, ലെഗ് റൂം നല്ല രീതിയിലുള്ള ലെഗ് റൂം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഹൈറ്റും ഉണ്ട്. വണ്ടി നല്ല ഹൈറ്റിലിരിക്കുന്ന ഒരു ട്രക്കിലിരിക്കുന്ന ആ ഒരു ഫീൽ തന്നെ വണ്ടി തരുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പവർ വിൻഡോസിൻ്റെ ഉപകാരമുണ്ട്. പവർ വിൻഡോസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡോർ ഹാൻഡിൽസിൻ്റെ നമുക്ക് മെയിനായിട്ട് പറയാനില്ല പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് പ്ലാസ്റ്റിക്. ഞാൻ ഇത്ര ഒരു പ്രീമിയം ട്രക്ക് ഞാൻ വെറുതെ ഇതാക്കി പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്. ഒന്നാമത് നമുക്ക് നോർമലി ലോക്കൽ പ്ലാസ്റ്റിക് ആണ് ഞാൻ പറയും, ലോക്കലാണെന്നില്ല. അപ്പോൾ വണ്ടീൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ജസ്റ്റ് ഒരു പുതിയ വണ്ടി എടുക്കാൻ തീരുമാനിച്ചു, ഒരു പിക്കപ്പ് എടുക്കണം, വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു വണ്ടി എടുക്കാനുള്ളൊരു പ്ലാന് അത്യാവശ്യം ലോങ് ഓടാനുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് നോക്കാം. എടുക്കാണ്ടെങ്കിൽ നിങ്ങളെ കാര്യമാണ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പിക്കപ്പ് ഇപ്പോൾ ദോസ്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം വണ്ടി. ഞാൻ ഇപ്പം ദോസ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. ഒന്ന് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ നോക്കാം. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരിക്കും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. പുതിയൊരു വണ്ടി വെച്ചിട്ട് ടെൻഷൻ ഒന്നും ഇരിക്കണ്ട. പിന്നെ ഇവരെ മഹീന്ദ്രൻ്റെ ഒരു ഓഫർ ഉണ്ട്. 52,000 കിലോമീറ്ററിന് അടുപ്പിച്ചിട്ട് ഓടാനില്ലേ ആഡ് ബ്ലൂ നിങ്ങൾക്ക് തരും. അല്ല അങ്ങനല്ല, 10 ലിറ്റർ അത്ര എന്തോ ഒരു കൂപ്പണാണ്, ഒരു 8 കൂപ്പണാണ് കട്ടിയത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വാറണ്ടി വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 1 lakh കിലോമീറ്റർ. ഇതിലേതാണോ ഫസ്റ്റ് വരുന്നത് അതാണ് ഇതിനുള്ള വാറണ്ടി വരുന്നത്. 3 വർഷം അല്ലെങ്കിൽ 1 lakh കിലോമീറ്റർ. ഇതിലേതാ ഫസ്റ്റ് വരുന്നത് അതുവരെ നമുക്ക് എഞ്ചിൻ ഗിയർ ബോക്സ് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസിനൊക്കെ വാറണ്ടി ഉണ്ടാവും. പിന്നെ വാറണ്ടിക്ക് അതിൻ്റെതായ ക്രൈറ്റീരിയ ഉണ്ടാവും. പിന്നെ അങ്ങ് കൊണ്ടുപോയി RDD കൊണ്ടുപോയി സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സെറ്റ് ഉണ്ട് ഇതിനകത്ത്. എന്നാലും RDD കൊണ്ടുപോയിട്ട് മറ്റേ ഇതെല്ലാം കട്ട് ചെയ്യണമെങ്കിൽ വാറണ്ടി ഒന്നും കിട്ടൂല. ഓക്കെ, പിന്നെ എഞ്ചിൻ്റെ ഒരു ഇത് കണ്ടിട്ട് എന്താ പറയുക, ഇത്രയും ഡ്രൈവ് ചെയ്ത് വെച്ചിട്ട് നല്ലൊരു, പിന്നെ മഹീന്ദ്രയാണ്, ഒന്നും ടെൻഷൻ വേണ്ട, എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട. ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ലേ ഇത്.
കാലം തുടങ്ങിയിട്ട്. പിന്നെ ഓവർടേക്കിങ്ങിൽ നല്ല പവറാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഓവർടേക്കിങ്ങിൽ കാല് കൊടുത്തിട്ട് തരുന്നുണ്ട്. പിന്നെ ഹോണ് കുറച്ചും കൂടി നല്ലൊരു റൂട്ട്സ് പോലത്തെ ഒരു ഹോണ് കൊടുക്കുകയാണ്. അത് കുറച്ചും കൂടി നല്ലതായിരുന്നു അങ്ങനത്തെ ഒന്ന് കൊടുത്തതിനാൽ. പിന്നെ സെറ്റും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല എന്താ പറയുക നല്ല ക്വാളിറ്റിയിലെ സ്പീക്കേഴ്സാണ്. ഡോറിലാണ് സ്പീക്കേഴ്സ് കൊടുത്തിട്ടില്ല. പിന്നെ ഡോറിൽ സ്പീക്കേഴ്സ് കൊടുത്തെന്ന് വെച്ച് ടെൻഷൻ വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ പാഡ് നല്ല നല്ല രസമില്ല ഡോർ പാഡാണ്. അല്ലാണ്ട് വെറുതെ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നല്ല. പറ്റില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൻ്റെ ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ പ്ലാസ്റ്റിക്കും. പിന്നെ അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് ആകുമ്പോൾ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തായലും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു പോരായ്മ എന്തെങ്കിലും പറയണമെന്ന് തോന്നിയിട്ട് പറയേണ്ടത് ചാവിൻ്റെ ഇതാണ്. ചാവി ഒരു 4 ചാവി ആക്കിക്കളഞ്ഞു. ഡോറിനും ഈ ഫ്യൂവലിനും വേറെ ചാവി, പിന്നെ ഇതിന് വേറെ ചാവി, ഡിഫിന് വേറെ ചാവി എന്നുള്ള രീതിയിലൊരു അത് മഹീന്ദ്ര അപ്ഗ്രേഡ് ചെയ്യുമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലോക്കും കൂടി കൊടുക്കുകയാണ്. നമ്മൾ എന്താ പറയുക റിമോട്ട് കൺട്രോളിൻ്റെ ലോക്കും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായതിനെ വേണ്ടി. പിന്നെ ഡ്രൈവ് ചെയ്ത് നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന വണ്ടി. പവർ മൂഡായാലും മറ്റേ ഇതായാലും മറ്റേ ഇക്കോ മൂഡായാലും ഡ്രൈവ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഹെഡ്ലൈറ്റ്സിൻ്റെ പൊസിഷനും നല്ല രസമുണ്ട്. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് എന്തായാലും ഇത് ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയാനൊന്നായിട്ടില്ല. നല്ലൊരു രീതിയിലൊരു ടെസ്റ്റ് ഡ്രൈവ്. പിന്നെ അതുപോലെ തന്നെ എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ നമുക്ക് ചെയ്യണമെന്നുണ്ട്. ഇതിപ്പോൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കസ്റ്റമറോട് ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് തന്നെ വണ്ടി എടുത്തിട്ട് പോയിട്ടുള്ള ഒരു റിവ്യൂ എന്തായാലും വരും. പിന്നെ മറക്കണ്ട, നമുക്ക് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഹീറോ മഹീന്ദ്രയാണ്. മറ്റേ ഇടിയില്ല നമ്മളെ 7-ാം മൈലിലെ ആ ഷോറൂം വന്ന് കാണാൻ പോകും. ഓക്കെ, ഷോറൂമിലേക്ക് എത്തി. ഓക്കെ, ഷോറൂമിൽ കണ്ട ബാക്ക് കണ്ട ഈ ഗ്ലാസ്സൊക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ഇതിൻ്റെ നമ്മളെ ഡിഫിൻ്റെ, അതായത് നമ്മളെ ആഡ്ബ്ലൂവിൻ്റെ 9 കൂപ്പൺസ് 6 ലിറ്ററിൻ്റെ 52,000 കിലോമീറ്ററോളം ഓടേണ്ട ആഡ്ബ്ലൂ കമ്പനീൻ്റെ ഒക്കെ ഇടും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്, ബാക്കി സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അതിൻ്റെ അടുത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്. നമുക്കിന്നും കഴിഞ്ഞ പ്രാവശ്യം മഹീന്ദ്രൻ്റെ പിക്കപ്പ് 1.7 തന്നതും പിന്നെ അതുപോലെ തന്നെ ഇന്ന് വീറോ തന്നത് നമ്മൾ വിശ്വസിച്ച് തന്നത് ഹീറോ മഹീന്ദ്രൻ്റെ 7-ാം മൈലിലെ ഷോറൂമാണ്. ഞാൻ ആ ഷോറൂമിൻ്റെ വീഡിയോ ഇതിന് ശേഷം നല്ല വൃത്തിക്കൊന്ന് കാണിച്ചു തരാം. ഷോറൂമിൽ നമുക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഡെലിവറി ആയാലും പെട്ടെന്നുള്ള ഡെലിവറി നമുക്ക് ചെയ്തിരുന്നുണ്ട്. പിന്നെ സർവീസിൻ്റെ കാര്യത്തിൽ ഹീറോമിന് നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നില്ല. കുറേ വർഷങ്ങളായിട്ട് ഫീൽഡിലെ ടീമൊന്നും ഇന്നലെയും വന്നതല്ല. ഓക്കെ, പിന്നെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോറൂം കാണാം. പിന്നെ ഈ ഷോറൂം കാണുന്നതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് കുറച്ച് അപ്ഗ്രേഡ് ആയിട്ടാണ് വൈൻഡപ്പ് എന്നെല്ലാം പറയാൻ തുടങ്ങി. അപ്പോൾ നമുക്കിനി ഒരു കസ്റ്റമർ റിവ്യൂ നമുക്ക് എന്തായാലും ഇൻഷാ അല്ലാഹ് ചെയ്യാം. ചെയ്യുന്നവരെ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ, ബൈ ബൈ. ഇതാ നമ്മളെ ഷോറൂം, ഹീറോ മഹീന്ദ്രൻ്റെ ഷോറൂം ഇതാണ്. ഇതിൻ്റെ മുമ്പിൽ ആക്സസ് കൊടുക്കുന്നത്, ബാക്കിയെല്ലാം കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി ചെയ്തു. ഇതിൻ്റെ നമ്പറും കാര്യമെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.